ഇവിടെ എത്തിപ്പെടാൻ എല്ലാവരും പറയുന്ന പോലെ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ആരെടുത്തു ആര് കൊടുത്തു എന്നൊന്നും മനസ്സിലാവാതെ ഇതിവിടം വരെ എത്തിക്കണമെങ്കിൽ ചില്ലറ എഫേർട്ടല്ലല്ലോ. എന്താ പറയാ, ഇവളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു 7 വർഷക്കാലമായിട്ട് ഞാൻ പരിചയത്തിലുള്ള എൻ്റെ ആളാണ്. എൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കകത്തും ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റ് പ്രൊഫഷനിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിനകത്തൊക്കെ വളരെ വലിയ ഇടപെടലെല്ലാം നടത്തിയ ആളാണ് ഇവള്. ഞാൻ പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി പഠിത്തമൊക്കെ നിർത്തി നിന്ന സമയത്ത് പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം നിർബന്ധമായി പറഞ്ഞു വിട്ട് ഇപ്പം ഞാൻ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്ന ഒരാളാണ് ഇവള്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കകത്തും നിർണായകമായ സ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് ഇവള്. അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നല്ല വഴക്കുണ്ടാക്കുകയും നല്ല ബഹളം ഉണ്ടാക്കുകയും വീണ്ടും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ആളുകളാണ്. ജീവനിൽ കിനാവു തന്ന കൺമണി അപ്പോ വളരെ വേണ്ടപ്പെട്ട ആളാണ് എനിക്ക്. അതുകൊണ്ട് ഇവിടെ എത്തി നിൽക്കുന്നു. പപ്പ പരിചയപ്പെടുത്തി തന്ന ആള് ഇപ്പം നാളെ ഇപ്പം എനിക്കറിയാം പപ്പ എന്നെ കൈ പിടിച്ചൊക്കെ കൊടുക്കും. അപ്പം ഞാനങ്ങനെ ഭയങ്കര ആ മൊമെൻ്റൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് നടന്ന ആളാണ്. ഞാനതിലേക്ക് എത്തി നിൽക്കുന്നൊരു ഹാപ്പിനെസ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ നന്നായി വഴക്കുണ്ടാക്കും. വഴക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ നന്നായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പം ഇത് പറയുമ്പോൾ പോലും എന്നോട് ഇങ്ങനെ ഇത് ആര് ചെറുതായിട്ട് ചോദിച്ചാലും ഞാൻ കുറച്ച് ഇമോഷണലായിട്ടാണ് ഇത് പറയാറുള്ളത്. 7 വർഷത്തെ പരിചയമുണ്ട്. വീട്ടുകാരോട് പറഞ്ഞ് ഓക്കെ നമുക്കിത് ലൈഫ് ലോങ് കൊണ്ടുപോകാം എന്നൊരു ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഏതൊരാൾക്കും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്, വിഷ്ണു ചേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ അക്കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഡേ ഞങ്ങൾ ഭയങ്കരമായി വിഷ് ചെയ്തിരുന്നു. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ. ഒന്ന് പറയട്ടെ, ഞാൻ ചോദിക്കും. അപ്പന്റെ പൊന്നാരാ